നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 43 ഏവർക്കും സ്വാഗതം. ഒരു ദിവസം ഭഗവാനും ഗോപസംഘവും പശുക്കളെ മേച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ വളരെ ദൂരം സഞ്ചരിച്ചു. അത്യുഗ്രമായ സൂര്യതാപം തങ്ങളെ ബാധിക്കാതെ കുടപിടിച്ചതുപോലെ ഇടതിങ്ങി നിന്ന വൃക്ഷങ്ങളെ കാണിച്ചുകൊണ്ട് ഭഗവാൻ ഗോപന്മാരെ ഇപ്രകാരം ഉപദേശിച്ചു. ഹേ സ്തോകകൃഷ്ണ, അംശ, ശ്രീദാമൻ, സുബല, അർജുന, ഈ വൃക്ഷങ്ങളെ നോക്കുവിൻ. ഇവ പരസുഖത്തിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കാറ്റും മഴയും മഞ്ഞും വെയിലും തങ്ങളുടെ ശിരസിൽ ഏറ്റു സഹിച്ചുകൊണ്ട് താഴത്തുകൂടി സഞ്ചരിക്കുന്ന നമുക്ക് ഈ വക ബാധകളെ ഏൽക്കാതെ രക്ഷിക്കുന്നത് കാണുന്നില്ലേ? അവയുടെ വേര് മുതൽ ഇല വരെയുള്ള സകല അംശങ്ങളും പരോപകാരത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നു. ഇപ്രകാരം പരോപകാരം ചെയ്യുന്നുവെന്ന് അവ അഭിമാനിക്കുകയോ പ്രത്യുപകാരം അല്പമെങ്കിലും ഇച്ഛിക്കുകയോ ചെയ്യുന്നില്ല. അഹോ, സർവപ്രാണികൾക്കും ഉപജീവനത്തെ നൽകുന്ന ഇവയുടെ ജന്മം ശ്രേഷ്ഠം തന്നെ. തങ്ങളെ സമീപിക്കുന്ന അർത്ഥികളെയെല്ലാം ആവും വിധം സംതൃപ്തരാക്കി അയക്കുന്ന സാധു സജ്ജനങ്ങളെ പോലെ ഈ വൃക്ഷങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് ആശ്രിതരുടെ അഭീഷ്ട പൂർത്തി വരുത്തുന്നു. ദാനശീലമില്ലാത്ത ലുബ്ധരെയും ലോഭികളെയും കാൾ ഇവ എത്രയോ ശ്രേഷ്ഠമാണ്. ഇവയെപ്പോലെ സ്വാർത്ഥ ചിന്ത കൂടാതെ ദേഹം കൊണ്ടും ധനം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രാണൻ കൊണ്ടും സദാ പരഹിതത്തിനായി ജീവിക്കുന്നത് തന്നെയാണ് ജന്മസാഫല്യം. ഇപ്രകാരം സാരോപദേശം ചെയ്തിട്ട് ഫലപത്ര പുഷ്പഭാരത നമ്രശാഖകളോട് കൂടിയ വൃക്ഷങ്ങൾക്കിടയിൽ കൂടി ഭഗവാൻ ഗോപന്മാരെ നയിച്ചുകൊണ്ടു നടന്ന് യമുനാ തീരത്തിലെത്തി. പശുക്കളെ ശീതള ജലം പാനം ചെയ്യിച്ച് തങ്ങളും യഥേഷ്ടം ദാഹശാന്തി വരുത്തിയിട്ട് വീണ്ടും ഉപവനങ്ങളിൽ പശുക്കളെ മേച്ചുകൊണ്ടിരുന്നു. അന്ന് അവരാരും ആഹാരം കൊണ്ടുവന്നിരുന്നില്ല. മധ്യാഹ്നമായപ്പോഴേക്കും ബാലന്മാരെല്ലാം വിശപ്പുകൊണ്ട് തളർന്നുപോയി. വിശപ്പുകൊണ്ട് തളർന്ന ബാലന്മാർ തൽശാന്തിക്കായി ശ്രീ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ അരുളി ചെയ്തു, ഇവിടെ കുറെ ബ്രാഹ്മണർ സ്വർഗപ്രാപ്തിയെ കാക്ഷിച്ച് അംഗീരസം എന്ന ഒരു യാഗം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി ജ്യേഷ്ഠന്റെയും എന്റെയും പേര് പറഞ്ഞ് ഞങ്ങൾ അയച്ചവരാണെന്ന് പറഞ്ഞ് ഭക്ഷണം തരണമെന്ന് യാചിക്കുവിൻ. ഭഗവത് ആജ്ഞയനുസരിച്ച് ഗോപന്മാർ യജ്ഞശാലയിൽ ചെന്ന് ബ്രാഹ്മണരെ നമസ്കരിച്ച് തൊഴുകയോടെ പറഞ്ഞു, ഹേ ഭൂമിദേവന്മാരെ, ഗോപന്മാരായ ഞങ്ങൾ രാമകൃഷ്ണന്മാരുടെ കിങ്കരന്മാരാണ്. അവരയച്ചിട്ട് വന്നവരാണ്. അവർ പശുക്കളെ മേച്ചുകൊണ്ട് ഇവിടെ സമീപത്തെത്തിയിട്ടുണ്ട്. വിശന്നിരിക്കുന്ന അവർ നിങ്ങളിൽ നിന്നും ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. വിശന്നു വന്ന് യാചിക്കുന്നവർക്ക് അന്നം നൽകണമെന്ന് ധർമ്മം അറിയുന്ന ബ്രാഹ്മണരായ നിങ്ങൾക്ക് കൈവശം ഭക്ഷണവും കൊടുക്കുവാൻ ശ്രദ്ധയുണ്ടെങ്കിൽ അന്നം തന്നാലും. നിങ്ങൾ സത്രദീക്ഷയിൽ ഇരിക്കുന്നതിനാൽ നിങ്ങളുടെ അന്നം ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ലെന്ന് കരുതേണ്ട. ഇവിടെ പശ്വാലംബനം കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഭുജിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഭഗവാന്റെ യാചന ഗോപന്മാർ മുഖേന കേട്ടെങ്കിലും ബ്രാഹ്മണർ കേട്ട ഭാവം നടിച്ചില്ല. അവർ വേദം ചൊല്ലുന്നവർ മാത്രമാണെന്നല്ലാതെ അർത്ഥമറിഞ്ഞവരായിരുന്നില്ല. ക്ഷുദ്രങ്ങളായ സ്വർഗാദി സുഖങ്ങളെ ലക്ഷ്യമാക്കി ബഹുവിധ കർമ്മ പടലങ്ങളിൽ ശ്രദ്ധാലുക്കളായിരുന്നു. അന്ധക്കരണ ശുദ്ധിയില്ലാത്ത ആ അവിവേകികൾ എല്ലാം അറിഞ്ഞവരെന്ന അഹംഭാവികളുമായിരുന്നു. അതിനാൽ മഹാത്മാക്കളെ സേവിച്ച് തത്വം ഗ്രഹിക്കാനുള്ള വിനയവുമില്ലായിരുന്നു. അപ്രകാരമുള്ള പണ്ഡിത പശുക്കൾ സർവേശ്വരന്റെ വാക്കുകളെ എങ്ങനെ ശ്രദ്ധിക്കും? അവർ നടത്തിക്കൊണ്ടിരുന്ന യാഗത്തെ സംബന്ധിച്ച് ദേശം, കാലം, ചരുപുരോടാശാദി ദ്രവ്യങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, അവയെ നടത്തുന്ന ഋത്വിക്കുകൾ, അഗ്നികൾ, ആരെ ഉദ്ദേശിച്ച് കർമ്മം നടത്തുന്നുവോ ആ ദേവൻ, കർമ്മത്തിനായി ദീക്ഷിച്ചിരിക്കുന്ന യജമാനൻ, യാഗമാകുന്ന കർമ്മം, അതിൻ്റെ അപൂർവ ലക്ഷണമായ ധർമ്മം, അവയെല്ലാം യാതൊരു ഭഗവാന്റെ സ്വരൂപമാണോ ആ പരബ്രഹ്മ വസ്തുവായ ഭഗവാൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ ഇന്ദ്രിയങ്ങൾക്ക് വിഷയനല്ലെങ്കിലും ഭക്താനുഗ്രഹത്തിനായി കാരുണ്യാതിരേകത്താൽ അവതരിച്ചു വന്നപ്പോൾ മൂഢ ബുദ്ധികളായ ആ ബ്രാഹ്മണർ ജഗത് പ്രഭുവിനെ മനുഷ്യൻ മാത്രമായിട്ടാണ് കണ്ടത്. അതിനാൽ ഭക്ഷണം തരാമെന്നോ തരികയില്ലെന്നോ രണ്ടും പറയാതെ മിണ്ടാതിരുന്നു കളഞ്ഞു. അതുകൊണ്ട് ഗോപന്മാർ നിരാശരായി മടങ്ങി വന്ന് ആ വിവരം ഭഗവാനെ അറിയിച്ചു.
അവർ പറയുന്നത് കേട്ട് ജഗദീശ്വരൻ ഒന്ന് പുഞ്ചിരിച്ചു. നിന്തിരുവടി ലോക സമ്പ്രദായത്തെപ്പറ്റി അവരോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട. യാചിക്കാൻ പുറപ്പെട്ടാൽ അപമാനവും നേരിട്ടേക്കാം. അതു കണ്ട് പിൻവാങ്ങരുത്. ഇനിയും പോകുവിൻ. അവരുടെ പത്നിമാരെ കണ്ട് ജ്യേഷ്ഠനും ഞാനും ആഗതരായിരിക്കുന്നു എന്നു മാത്രം പറഞ്ഞാൽ മതി. അവർ വേണ്ടിടത്തോളം അന്നം തരും. ഭർത്താക്കന്മാർ നിരസിച്ച സ്ഥിതിക്ക് അവർ തരുമോ എന്ന് ശങ്കിക്കേണ്ട. അവരുടെ ശരീരം ഭർതൃഗൃഹത്തിലിരിക്കുന്നുവെന്നേ ഉള്ളൂ. അവരുടെ ചിത്തം സദാ എന്നിൽ തന്നെയാണ് വസിക്കുന്നത്. എന്നിൽ നിസ്സീമമായ സ്നേഹം അവർക്കുണ്ട്. അതിനാൽ എന്നെ സൽക്കരിക്കുന്ന കാര്യത്തിൽ അവർ ഭർത്താക്കന്മാരുടെ വിരോധം വകവയ്ക്കുകയില്ല എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു. നന്ദി, നമസ്കാരം.